പ്രകാശ് ജാവ്ദേക്കറുമായി അങ്ങ് ചർച്ച നടത്തിയെന്നും അദ്ദേഹം BJP-യിലേക്ക് ക്ഷണിച്ചു എന്നൊക്കെയുള്ള ഒരു വലിയ ആരോപണ നിര അങ്ങോട്ട് പടച്ചു വിട്ടിരിക്കുകയാണ്. അങ്ങക്ക് ഇത് കണ്ടപ്പോൾ എന്താണ് ആദ്യം മനസ്സിൽ വന്നത്? അതിലൊന്ന് അയാൾ BJP-യിലേക്ക് ക്ഷണിച്ചു എന്നൊന്നും അയാളുടെ പ്രസ്താവനയിലില്ല. ചർച്ച ചെയ്തു അത് ഇല്ല, അയാളുടെ പ്രസ്താവനയിൽ അതില്ല. അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അത് വേറെ അയാൾ കാര്യം പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ഈ മാധ്യമക്കാരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ എൻ്റെ നിലവാരം കുറക്കരുത്. ആരുടെ ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറയേണ്ടത്? ഞാൻ ഇരിക്കുന്നൊരു സ്ഥാനത്തെക്കുറിച്ച്, ഞാൻ ഇന്ന് വഹിക്കുന്നൊരു സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഞാൻ ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ നടക്കുന്നതാണ് അതിരിക്കുന്നത്. ഞാൻ ഇതൊന്നും ഇത്തരം ആളുകളോട് മറുപടി പറയാനോ അല്ലെങ്കിൽ ഇത്തരം വിവാദങ്ങളിൽ ചെന്നുപെടാനോ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ ഈ മാധ്യമക്കാർ ഇതെല്ലാം ഒരു വലിയ സംഭവമായി എടുത്ത് വ്യാഖ്യാനിച്ച് ഇത്തരക്കാരെയെല്ലാം മാധ്യമക്കാർ പൊക്കിയെടുത്ത് ആകാശത്തോളം മാന്യത കൽപ്പിച്ച് മഹാന്മാരായി ചിത്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെ തിരിച്ചുവിടുമ്പോൾ സ്വാഭാവികമായും മറുപടി പറയാൻ ഞങ്ങൾ നിർബന്ധിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ സാധാരണഗതി ഞാൻ മറുപടി പറയില്ല. ഇത് ഇവിടെ ഉണ്ടായിട്ടുള്ളൊരു കാര്യം ഏതാണ്ട് കഴിഞ്ഞ 23 മാർച്ച് 5-ാം തീയതി തിരുവനന്തപുരത്ത് ആക്കുളത്തുള്ള വീട്ടിൽ മകൻ്റെ വീട്ടിലുണ്ട്, ആ ഫ്ലാറ്റിൽ. അന്ന് മകനോടോ മറ്റോ ഫോണിലാണ്ട് ചോദിച്ചു അച്ഛനെവിടെയാണ്, അച്ഛനെവിടെ ഉണ്ടെന്ന്. ഇത്രയും കറഞ്ഞു കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വരാൻ ചോദിച്ചപ്പോൾ അവനെ മനസ്സിലായില്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ കാണാം കോൾ ബെല്ലടിച്ച് വാതിലൊന്ന് നോക്കുമ്പോൾ ഈ നന്ദകുമാറും ജാവേദ്കറും. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ഇത് ജാവേദ്കർ തന്നെയാണോ എന്ന് തന്നെ ഞാൻ സംശയിച്ചു പോയി. അപ്പോൾ ഞാൻ വന്നവിടെ ഞാൻ എന്താ ജാവേദ്കർ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ജാവേദ്കറും ഇയാളാണെങ്കിൽ ഞാൻ വരാൻ സമ്മതിക്കില്ല. കാരണം കുറേ കാലമായിട്ട് പുള്ളി എന്നെ വിളിക്കാറോ സംസാരിക്കാറോ ഒന്നുമില്ല. ഞാൻ മുമ്പ് എന്നെ വിളിച്ചു പണ്ട് എന്തെങ്കിലും ഈ പുള്ളി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ട്, ഞാനതൊന്നും ഇപ്പം എന്നല്ല, ഞാനത് ഗൗരവത്തിൽ എടുക്കാറില്ല, ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല, ഞാൻ ഒഴിഞ്ഞു മാറാറാണ് കാരണം അത് നല്ലതല്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ വിളിച്ച് എന്നെ അന്വേഷിച്ച് ഞാനവിടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ അപ്പോഴേ ഞാനിത് ജാവേദ്കർ തന്നെയാണോ, ഇതെങ്ങനെ ഇവൻ്റെ പിറവി ഇതെന്ന് ഞാൻ ശങ്കിച്ചു. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എന്താ നിങ്ങൾ, അപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് കൂടി പാസ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇവിടെയുണ്ട്, അപ്പോൾ ഞാൻ ഇതുവരെ ഇവിടെ വന്ന് പലരുമായി പരിചയപ്പെട്ടു, രാഷ്ട്രീയ നേതാക്കന്മാർ, നിങ്ങളുമായിട്ട് പരിചയപ്പെട്ടില്ല, ഒന്ന് കാണണം പരിചയപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ സന്തോഷം. പിന്നെ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഒരു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി പാർട്ടി ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട്, അതിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ എന്തൊക്കെയാണ് നല്ല സുഖം തന്നെ പറഞ്ഞു. 2-3 അവിടെ ഇരുന്നിട്ട് പോലും ഇല്ല. ഞങ്ങൾ വാതിൽ കടന്ന് കുറച്ചുകൂടി മുമ്പോട്ട് വന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ആ യോഗത്തിലേക്ക് പോകണം, എൻ്റെ സമയം ഞാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ യു വിൽ സിറ്റ് ഹിയർ ആൻഡ് ടേക്ക് ടീ ഓർ സംതിങ് എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല വി ആർ കമ്മിങ് വിത്ത് ഇയാൾ ഞാൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ മുമ്പിലായിട്ട് തന്നെ അദ്ദേഹം വന്നു. ഞാൻ അവിടെ തന്നെ ഷൂട്ട് ഇദ്ദേഹം ആദ്യം ഇറങ്ങി ഈ നന്ദകുമാറുമായിട്ട് അങ്ങ് പോയി. ഒരു ലിഫ്റ്റിൽ അവർ പോയി, അവരാ ലിഫ്റ്റിൽ, ഞാൻ വേറൊരു ലിഫ്റ്റിൽ കയറി ഞാൻ പോയി. ഇതാണ് ആകെ ഉണ്ടായിട്ടുള്ള സംഭവം. എത്ര സമയം വരും ഇത്? ആകെ വന്നാൽ ഇതെല്ലാം കൂടി ആയാൽ തന്നെ ഒരു 10 മിനിറ്റ്. ഈ സംഭവത്തെയാണ് എടുത്തിട്ട് എന്തോ രാഷ്ട്രീയ ചർച്ച നടത്തി. എന്നിട്ട് എന്താ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ല. നന്ദകുമാറും പറഞ്ഞിട്ടില്ല, ആരും ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല. കാരണം അതിനൊന്നും വീട്ടിൽ തന്നെ കുട്ടികളും പിന്നെ എല്ലാവരും ഉള്ളൊരു ഇതാണ്. ജെയ്സന്റെ അല്ല, ഈ രാജുവിൻ്റെ മകൻ്റെ ഇളയ ത്രികയുടെ പിറന്നാളാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ചർച്ച ചെയ്യുക പറയുക കണ്ടു പരിചയപ്പെട്ടു. ഞാൻ വിചാരിച്ചതായിരിക്കും, ഞങ്ങൾ വേറെ എനിക്ക് സംശയിക്കും. അല്ല, ഞാൻ വേറെ സംശയിക്കേണ്ട കാര്യം എന്താ? എന്നെ കാണാൻ വേണ്ടി വന്നു, ഞാനൊരു പരിചയപ്പെടാൻ വന്നു. അത് ഒരാൾ ഒരു BJP-യുടെ കേന്ദ്ര നേതാവ്, അയാൾ കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെ ഒരാൾ അയാൾ ഇപ്പോൾ ഇവിടെയാണ് അയാളുടെ പ്രവർത്തന മേഖല. സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാമായിട്ട് ബന്ധപ്പെടാൻ ഇങ്ങനെ പുതുതായി വരുന്ന ആളുകളൊക്കെ ശ്രമിക്കുന്നുള്ളത് ശരിയാണ്. അങ്ങനെ പരിചയത്തിന് വേണ്ടി വന്നു, ഞാനവിടെ ഉണ്ടെന്ന് കേട്ട് അവിടെ വന്ന് പരിചയം അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയും ചെയ്തു. ഈ സംഭവത്തെയാണ് പിന്നീട് എടുത്ത് ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഗൂഢാലോചനയാണ്. BJP ഞാൻ അതിൻ്റെ ഗൂഢാലോചന ഞാൻ BJP-യിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്തയുണ്ടാക്കിയത്. ഞാനാണെങ്കിൽ ഈ
ദിവസം തന്നെ അതിനൊരു 2 മണിക്കൂർ മുമ്പ് സുധാകരൻ BJP-യിലേക്ക് പോകാൻ RSSലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. RSSൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്നവരാണ്. ഞാൻ എപ്പോഴും പോകും, അതിനെന്താ നിങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് സുധാകരൻ. തമിഴ്നാട്ടിലെ BJP നേതാവായിട്ടുള്ള രാജ ഈ സുധാകരനെ ക്ഷണിച്ച് സുധാകരൻ ചെന്നൈ വരെ എത്തി. അപ്പോൾ അവിടുത്തെ കോൺഗ്രസ്സുകാർ അറിഞ്ഞെല്ലാം കൂടി പിടിച്ചുകൊണ്ടെന്ന് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നെയാണ്. അങ്ങനെ തയ്യാറെടുത്ത് പോയിട്ടുള്ള ആളാണ് സുധാകരൻ എന്ന് പറഞ്ഞ് ഞാൻ പത്രസമ്മേളനം അവസാനിപ്പിച്ച് പോയി. 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയുമ്പോഴാണ് എന്താ പിന്നെ എന്നെ തന്നെ BJP-യിലേക്ക് ആയിക്കളയാന്നുള്ളൊരു വാർത്ത സൃഷ്ടിച്ചത്. സുധാകരനാണ് ആദ്യം പറയുന്നത്. അത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. ഈ മാധ്യമങ്ങളാണ് യഥാർത്ഥത്തിൽ അവരിങ്ങനൊരു വാർത്ത വരുമ്പോൾ ആ വാർത്തയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പരിശോധിക്കണ്ടേ.